ഹലോ മൈ ഗൈസ്, ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി കിടന്നുറങ്ങാം. ഇന്നത്തെ നമ്മൾ ജോലി എന്താണെന്ന് വെച്ചാൽ കുറേ വില്ലേജസ് നമ്മൾ മാസ്റ്റർ ആക്കാത്ത വില്ലേജസ് ഇല്ലേ, ഓലൊക്കെ ഒന്ന് മാസ്റ്റർ ആക്കാം. ആദ്യം ട്രേഡിംഗ് ഹാളിലേക്ക് പോവുക. ഇതിൻ്റെ അകത്ത് എമറാൾഡ് ഉണ്ടോ? ഇല്ല. 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 ഓക്കെ, നമുക്ക് വേഗം നമ്മുടെ ട്രേഡിംഗ് ഹാളിലേക്ക് പോവാം. ഗൈസ്, ഞങ്ങളോട് പറയാൻ പറ്റുപോയി, അവിടെ ഞാൻ തന്നെ ഒരു വില്ലേജ് ബിൽഡ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടേക്ക് പോകാനുള്ള സമയമില്ല ഗൈസ്, അതുകൊണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇതാണ് ഞാൻ ബിൽഡ് ചെയ്ത വില്ലേജ് ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് വേഗം ട്രേഡിംഗ് ഹാളിലേക്ക് പോകാണ്ട്. ട്രേഡിംഗ് ഹാൾ. ട്രേഡിംഗ് ഹാൾ ആരാ പുറത്ത് പോയിക്കുക? ആരെങ്കിലും പുറത്ത് പോയിക്കോ. ഗ്രീൻ കോട്ട് കിടന്നുറങ്ങാം. ഗ്രീൻ കോട്ട് ഒരു മടിയാണ് ഗൈസ്. അഞ്ചാണ് കിട്ടി. തരൂ ചേട്ടാ, തരൂ. മോട്ടോസ് എന്നോട് കളിക്കരുത്. ഗൈസ്, ഇങ്ങനെ ചെയ്യാനാണ് കുറേ നേരം എടുക്കും. എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഈ വീഡിയോൻ്റെ അടുത്ത് പറ്റിയെങ്കിൽ ഡയമണ്ട് ആർമറാണ് നിർബന്ധമാണ് ഗൈസ്. ഡയമണ്ട് ആർമറാണ്. അതിന് നമുക്ക് കുറേ വുഡ് കളക്ട് ചെയ്യാൻ പോവാം. എന്നാലും സ്റ്റിക്ക് കൊണ്ട് സ്റ്റിക്ക് ഉണ്ട്, ഒരു സ്റ്റാക്ക് സ്റ്റിക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. അങ്ങോട്ട് ഒരു വില്ലേജ് ഇയാൾ ക്യാൻസലാക്കിയതാ. നമുക്ക് കൺഫേം ഇല്ല. ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയത് ഗൈസ്. ഒരു മെസ്സേജ് വന്നു, അതിൻ്റെ അകത്ത് വെറുതെ ക്ലിക്ക് ചെയ്ത് പോയി. നമുക്ക് കൺഫേം പോയി ചെയ്യാം. ഇതാണ് മൈൻക്രാഫ്റ്റിൻ്റെ കുഴപ്പം. ഒന്ന് വേഗം അടിഞ്ഞു പോയാലോ മൈൻക്രാഫ്റ്റ് എന്ന് ലോകം. അതെന്താ ഗൈസ്? ബഗ് ഇതെന്ത് ബഗ്ഗാണ് ഗൈസ്? ബഗ് പോയി കിട്ടി. ഇല്ല, പോയി. ഇല്ല, പോയില്ല. പോയി. പോയി. നമുക്ക് വേഗം പോകണം ഗൈസ്. എന്നിട്ട് ഓലോട് എമറാൾഡ് ആണ്. 2 എമറാൾഡ് ഗൈസ് കിട്ടുള്ളൂ. 2 എന്തായാലും കിട്ടിയാൽ കൊണ്ട് വേർക്കുക. Come on. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട്. അയാളാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇയാളൊന്നെങ്കിലും വരണ്ടേ? ഓക്കെ, 2 കിട്ടി. ഓക്കെ, നിങ്ങൾ കൊണ്ടുരസിക്കും. എൻ്റെ അത് ഗ്രീൻ കോട്ട് ഒന്ന് അവരോട് വെച്ചിട്ട് ഗ്രീൻ കോട്ട് നമുക്ക് ആ ഗ്രീൻ കോട്ടിന് എടുക്കാം. ഇപ്പം തന്നെ ഗ്രീൻ കോട്ട് എല്ലാവരെയും മടിയന്മാരാക്കും. ഞങ്ങൾ കൈകളാണോ ഫണ്ടുകളല്ല എന്ന് പറഞ്ഞു പോയിട്ട് നമ്മളല്ല. ഇപ്പം സമാധാനമായ ഗ്രീൻ കോട്ടിനെ കൊന്നേരം ഒന്നൊരു പണിയെടുക്കില്ല. ഓക്കെ, നമുക്ക് ഇനി വേഗം പോവാം.
നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും എനിക്ക് ഇതാകാൻ പറ്റുമോ നോക്കണം. ഡയമണ്ട് ആർമർ മാക്സിമം ഞാൻ ഡയമണ്ടിൻ്റെ ബൂട്ട് ഉണ്ടാക്കി. ഇനി നമ്മളെ പാൻറ്റും ഷർട്ടും തലയിലിടുന്ന തൊപ്പിയും അത് മാത്രമേ ഉണ്ടാക്കിയാൽ മതി. ഇതിൻ്റെ അകത്തെ ഗ്രീൻ കോട്ട് എന്താണെന്ന് വെച്ചാൽ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇത് രണ്ടെണ്ണാക്കിയത്. കേട്ടോ പിന്നെ ഫുള്ളാക്കേണ്ടിട്ടുള്ള പെടാപ്പാട് കണ്ടോ. ഗോൾഡൻ ക്യാരറ്റ് കഴിക്കേണ്ടിട്ടാ. ഓ മൈ ഗായ്സ്, ഇവിടെയും അയ്യ ഇപ്പം എന്താ കേക്കിൻ്റെ ഷോറൂം ഒരു എമറാൾഡ് എങ്ങനെ ഒപ്പിക്കും. ഇനി ഒരു എമറാൾഡാണ് ആവശ്യം. നമുക്ക് ഒരു എമറാൾഡിന് ഇതെല്ലാം ചെയ്യണം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ പള്ളി അതില്ല ഈ എമറാൾഡ്. നമുക്ക് എന്തായാലും ട്രീ ഫാമിലേക്ക് പോവാം. ട്രീ ഫാമിൽ വുഡ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ട്രീ ഫാം ആയതുകൊണ്ട് യൂട്യൂബിൽ നോക്കാണ്ട് ഉണ്ടാക്കിയല്ലേ. അന്നേരം ഞാൻ തന്നെ മുറിക്കണം, അതാണ് കുഴപ്പം. വുഡ് ടി എം ഡി ഒന്നും സ്പൂണാവില്ല. ഒരു സപ്ലയൻസ് ഉണ്ട്. ഒരു സപ്ലയൻസ് ഇങ്ങനെ എടുക്കുക, അവിടെ നട്ട് പിടിക്കുക. നമുക്ക് മൊബ് ഫാമിലേക്ക് പോയിട്ട് മറ്റേ ബോൺവിൽ ചെയ്യാണ്ട് സാധനം എടുത്തുകൊണ്ട് വരണം. അതന്നെ അല്ല വേഗം പോകണം. എൻ്റെ പംകിനെല്ലാം വളർന്ന്. എന്നാൽ പിന്നെ പംകിനാക്കിയാൽ പോരെ. പക്ഷെ എന്താല്ലേ ഇപ്പോഴത്തെ പംകിന് പംകിനൊക്കെ എത്ര വേഗമാണ് വളരുന്നേ. ഇപ്പോഴത്തെ കാലം പോയ പോക്ക്. ഇല്ല അതാരാ പൊട്ടിച്ചാൽ ഞാനല്ലേ, ക്ഷമിക്കണം. ഇതല്ല ഈ ബേരലിൻ്റെ അകത്ത് വെക്കാം. 8 ആയിക്കോട്ടെ, ഇത്രയും കുഴപ്പമില്ലല്ലോ. ഇത്ര കുഴപ്പം എമറാൾഡ് ഇട്ടുക. ഇതാണെങ്കിൽ കുഴപ്പമില്ല. ഇവൻ മാസ്റ്ററായി. നമുക്ക് ഗോൾഡൻ വത്തക്ക തിന്നാം. വത്തക്ക ഒരു വത്തക്ക നോക്കണം. എന്നാൽ നമ്മൾക്ക് തിരിയും ഇവന് എന്ന് നമ്മൾക്ക് ഇവനടുത്ത്. ഇതെന്നാ സാധനം ഗൈസ്, ഇതൊക്കെ അറിഞ്ഞുകൂടാ. ഓടി എന്നെ ഫുള്ളാക്കണം. എന്നോട് പറഞ്ഞു ഞാൻ ഇവനെന്ത് വാക്കണം. ഓക്കെ കുനിയാം, അവിടെ വെക്കുക. ഞാൻ ഇത് പൊട്ടിക്കാം. കാരണം എന്താ ഞാൻ പറയാൻ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഫാം എനിക്കില്ല. ഇവൻ്റെ കയ്യിലുള്ള ബീട്രൂട്ടിൻ്റെ ഇപ്പം ഏതാവേ എന്താ ബീട്രൂട്ട് മാറാത്ത ബീട്രൂട്ടല്ല. ഇനി മാത്രം ഉദ്ദേശിക്കണ്ട. അങ്ങനെ ഇതിനെ ഫുള്ളാക്കി ഗോൾഡൻ ക്യാരറ്റ് നന്നായി വേണ്ടെങ്കിൽ വേണ്ടേ. ഇതാണ് വേണ്ടല്ലേ. ഒരു എമറാൾഡ് ഉണ്ടായിരുന്നു, അതും പോക്കി കുറച്ച്. ഇപ്പം എമറാൾഡ് ഇരുന്നിട്ടും
അത് ഞാൻ മുകളിൽ പോയി കിടന്നുറങ്ങാം. മുകളിൽ കുറേ ബെഡാണ് വെച്ചത് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇയാൾ ബെഡ് അതാ മടിയും വന്നിട്ടാണ് എൻ്റെ കഥ. 4 എമറാൾഡ് ഉണ്ടാക്കണം. അതിന് നമുക്ക് എന്നാ ചെയ്യുക? ഇന്ന് രാവിലെ ആയിട്ട് എന്നിട്ട് ഒരു വുഡ് മുറിക്കണം. വുഡ് മുറിച്ചാൽ നമുക്ക് സുഖമല്ലേ. എൻ്റെ താഴെ വന്ന് കിടക്കുക. കാറിൻ്റെ അടുത്ത് നിന്ന് ചവിട്ടിപ്പോയി. പാവം ഇയാൾ കിടന്നുറങ്ങി. അപ്പം പോയി കിടന്നുറങ്ങ്. ഇപ്പം കിടന്നുറങ്ങിയിട്ടുണ്ടാവും പോരെ. ഞാൻ വെറുതെ പറഞ്ഞോ എന്താ ഓൻ്റെ ഇഷ്ടമില്ല. ഓക്കെ നമുക്കിപ്പോൾ ഞാൻ പൊട്ടി ഇതെന്താ അല്ലാക്കില്ല സാധനം. ട്രീ ഫാമിലൊക്കെ ഒന്നും പോകാനാകില്ല ഗൈസ്. നമുക്കെന്തായാലും മറ്റേതില്ല. ട്രീ ഫാമിൽ പോയാൽ അവിടെ പണി കിട്ടും. ഓക്കെ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാം. കുറേ സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കണം. ഇത്രയൊക്കെ ഉണ്ടാക്കണം. ഭയങ്കരം വാശി അണ്ണാരക്കണ്ണ കൂടെ വീടെ അപ്പഴം കണ്ണ കൂടെ തിൻ്റെ കൂടെ ഇത് മൊത്തം പൊട്ടിക്കണല്ലോ. അപ്പം ഞങ്ങൾക്ക് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ സ്റ്റിക്ക് ഉണ്ടാക്കി 4 എമറാൾഡും വാങ്ങി. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ നമ്മളങ്ങനെ ആദ്യമായിട്ട് ഒരു ഗോൾഡൻ വത്തക്ക വാങ്ങിയിരിക്കുന്നു ഗൈസ്. ഇതൊന്ന് കഴിച്ചു നോക്കണമല്ലോ ഗൈസ്. എന്നാലല്ലേ ഇതിൻ്റെ വില നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഗോൾഡൻ ഇത് ഇയാൾ രണ്ടാളും ഇവന് മാക്സ് ആയിക്കില്ല. ഇവനൊന്നും ആക്കിയില്ല. പിന്നെ ആരാന്നും കൂടി എനിക്കറിയാം. ഇട്ടറിയാൻ വേണ്ട. ഇയാളാണ് എൻ്റെ മുത്തമ്മ. 5 എണ്ണം കൊടുത്താൽ 2 ട്രിപ്പ് വരും. ഒരങ്കറി കോറി നമുക്ക് എന്താ ചെയ്യുക ഗൈസ്. ഇതുവരെ നമുക്ക് ഭാഗത്തുള്ള എല്ലാവരും ഫുള്ളായില്ലേ. ഓക്കെ നമുക്ക് ഇനി ഇവിടം മുതൽ ഇവിടം വരെ എല്ലാവരും ഫുള്ളായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവനാണ് ടാസ്ക്. ഇവൻ നമുക്ക് ഫുള്ളാക്കണമെങ്കിൽ ഒന്നുകൂടി ബാക്കിയിട്ടില്ലേ. 4 എണ്ണം കൊടുത്ത് ഇത് വാങ്ങുന്നു. ഇതൊന്ന് സാധനം നയിച്ചു അല്ലേ. ഒന്ന് കൊടുത്ത് എമറാൾഡ് ഗോൾഡ് വേണ്ട. ലാബേസിലെ ചൂടിയാണ് കേസ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ കുറേ നേരം നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ നമുക്ക് ഇനി ഞാൻ വീഡിയോ ഇടുന്ന ദിവസം വേറൊരു ട്രേഡിങ് ഹാൾ ഉണ്ടാക്കണം. ട്രേഡിങ് ഹാൾ വളരെ ചെറുതാണ്. ചെറുതും വളരെ ടേസ്റ്റിയുമായത് കൊണ്ടാണ്. പറയുമ്പോൾ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യേണ്ടത് ഇതല്ലേ ഓക്കെ ഗൈസ്. ഇതാ നമുക്കങ്ങനെ എൻചാൻറ്റ് ചെയ്ത സാധനം കിട്ടിയിരിക്കുന്നു ഗൈസ്. നമുക്ക് ഇതുകൊണ്ട് കയ്യിൽ വെച്ചിട്ട് ഒരു ബ്ലോക്ക് പൊട്ടിച്ച് നോക്കാം ഇങ്ങനെ കിട്ടുന്നതെന്ന്. അല്ല ഗൈസ് ഒരു കാര്യം ചെയ്യാം. ഒരു കാര്യം നോക്കാണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വേഗം പോവാ. നമ്മളെ ഗൈസ് പണി കിട്ടി. കഴിക്കാനാവുന്നില്ല.
ഗൈസ് വാട്ടർമെലൺ അല്ലാ എന്തൊരതാപാണ് ഗൈസ്. സാരില്ല, തരിയിരിക്കട്ടെ. എന്തൊരു പ്രശ്നമാണ് ഗൈസ് നമ്മളെ ചുറ്റുപാടും നടക്കുന്നത്. നമ്മുടെ ഇതെല്ലാം കൊണ്ട് നമുക്ക് എന്താക്കാം, നമ്മളെ വില്ലേജിൻ്റെ അങ്ങോട്ട് ഒരു ഇത് ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് ഒന്ന് തൊട്ട് പൊട്ടിച്ച് നോക്കണം. എന്നിട്ട് അത് കിട്ടുന്നുണ്ടോ അങ്ങനെ കിട്ടും. കോളായിട്ട് തന്നെയാണല്ലോ കിട്ടുന്നത്. വേഗം പൊട്ടുന്നുണ്ടല്ലേ ഗൈസ്. ഇതെന്താ ഇത്ര ഓള കിട്ടിയേ? ഇത്ര ഓള കിട്ടി, ഇത്ര ഓള കിട്ടി, ഇത്ര ഓള കിട്ടി. ഗൈസ് നമുക്കിതാ കോഴി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതെത്ര കോളാണ് ഗൈസ്? എന്താണ് ഗൈസ്? ഏതാണ് ഗൈസ്? എത്ര കോൾ കിട്ടി? 22 കോൾ കിട്ടി. ഇതാക്കാം, 22 കോളുണ്ട്. നമുക്കെന്തായാലും വില്ലേജിൽ കിടന്നുറങ്ങാം. ഇടങ്ങളിലേക്ക് തന്നെ പോവാം ഗൈസ്. ഇതെന്നെ പറ്റിച്ച് ഗൈസ്. മെലൺ സ്ലൈസ് ഭയങ്കര കഷ്ടമായി ഗൈസ്. ഇത് തിന്നാന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുമ്പോൾ തരം പിടിച്ച സാധനം. എന്ത് കഷ്ടമാണ് ഞാൻ ഇവിടെ ചെയ്തതെന്ന്. ഫസ്റ്റ് ചെയ്യുന്നത് ചെയ്തു. ഫസ്റ്റ് ചെയ്തതൊരു സമാധാനം. ഇതാ നമുക്കെടുത്ത് ഒരു ബൂട്ടുണ്ട്. ബൂട്ടിലേക്ക് ഇതും കൂടി വെച്ചെടുക്കാം. ഓക്കെ, നമുക്ക് മുകളിൽ പോയി കിടന്നിറങ്ങാം. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഉണ്ടാക്കാൻ കൊല്ലാൻ പോണം. ഒരു എമറാൾഡ് ബാക്കിയുണ്ട്. ഇയാളങ്ങോട്ടൊരു വേണ്ട, അത് വേണ്ട, ഇത് വേണം. താങ്ക്സ് ഗോർ. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു 9 എമറാൾഡ്. ഇയാളെ 9 എമറാൾഡ് ഇപ്പോൾ ഇവിടെ നോക്കിക്കും. 9 എമറാൾഡ് കോളുകൊണ്ടാണ് കേട്ടോ ഇവിടെ പോകുന്നത്. 9 എമറാൾഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗൈസ് എനിക്കിത് തരാമെന്ന് വിളിക്കുന്നുണ്ട്. നമുക്കിത് കുഴിച്ചിട്ട് നോക്കിയാലോ. നമ്മളോട് ഒരാൾ പറഞ്ഞില്ല, നമുക്കത് ചെയ്ത് നോക്കാം. വർക്കായില്ല, കൊണ്ടൊരു കാര്യമില്ല. പോയി സാധനത്തിൻ്റെ 5 എണ്ണം കൊടുത്തല്ലേ ഓണത് നമുക്ക് തരുന്ന പറഞ്ഞു. ഗൈസ് കപ്പക്കാണ് ഇതൊക്കെ. കപ്പക്കാണ് ഗൈസ്. കപ്പക്ക് വെറും കപ്പ. കപ്പക്കാണെന്ന് പറഞ്ഞാൽ കപ്പക്ക വെച്ചാലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് വേണമെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യാം. നമുക്ക് ബോംബില്ല മൂവ് ഫോണിനെ കൊണ്ട്. ഓക്കെ, മൂവ് ഫോൺ ഇന്നിപ്പോൾ നടക്കരുത് ഗൈസ്. എന്നാലും നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഒരു ആവശ്യമുണ്ട്. ഒരു സാധനത്തിനൊക്കെ ഒന്നാലും എന്തോ സാധനം കിട്ടുന്നതാണ്. നമുക്ക് റൈറ്റിംഗ് ബുക്ക് ഉണ്ടാക്കാം. ആ റൈറ്റിംഗ് ബുക്ക് കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. സാധനത്തിനിടെ കാണുന്നില്ലല്ലോ. ഇന്നത്തെ വീഡിയോ